ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്ന് കുറച്ച് ഓടായിട്ടുള്ളൊരു ടോപ്പിക്കാണ് സംസാരിക്കുന്നത്. ഞാനിപ്പം ഇതിനെപ്പറ്റി മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ നമ്മളത് പറഞ്ഞു പോകുന്നുണ്ട്. അതായത് വിക്ടോറിയസിൻ്റെ പുതിയ സേഫ്റ്റി റേറ്റിങ്ങിനെ പറ്റിയാണ്. പൊതുവേ മാരുതി സുസുക്കി എന്ന് പറഞ്ഞാൽ ഒരു 2-3 വർഷം മുന്നേ വരെ ഇന്ത്യയിൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ അത്ര നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരുന്നൊരു കമ്പനിയല്ല. അവരുടെ പുതിയ 4th ജനറേഷൻ ഡിസയർ ഇറങ്ങിയപ്പോഴാണ് അതിന് 5 സ്റ്റാർ റേറ്റിംഗ് ഗ്ലോബൽ ക്യാപ്പിൽ കിട്ടി. അതിനുശേഷം ഭാരത് ക്യാപ്പിലും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടി. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ഇംപ്രഷൻ എല്ലാവർക്കും വന്ന. പിന്നെ വിക്ടോറിയസ് എന്ന് പറഞ്ഞപ്പോൾ പുതിയ SUV ഇറക്കിയപ്പോഴാണെങ്കിലും അവർ ആദ്യം ഭാരത് ക്യാപ്പിൽ കൊടുത്ത് ക്രാഷ് ടെസ്റ്റ് ചെയ്തു. അതിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടി. അപ്പോൾ എല്ലാവരും അതിനെ പുച്ഛിച്ചു, ഭാരത് ക്യാപ്പ് അല്ലേ, ഏത് വണ്ടി ടെസ്റ്റ് ചെയ്താലും 4 അല്ലെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണല്ലോ എപ്പോഴും കിട്ടുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു, എന്തായാലും നമ്മൾ നല്ല സേഫ് ആയിട്ടുള്ളൊരു വണ്ടി ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഗ്ലോബൽ ക്യാപ്പിലും കൂടെ കൊടുത്ത് ക്രാഷ് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അവർ ഈ വണ്ടി നേരെ ഗ്ലോബൽ ക്യാപ്പിലേക്ക് കൊടുത്തു. അവിടെ ക്രാഷ് ടെസ്റ്റ് ചെയ്തു. ആൻഡ് അവിടെ ഈ വണ്ടിക്ക് 5 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതും അഡൽട്ട് സേഫ്റ്റിയിലും അതുപോലെ ചൈൽഡ് സേഫ്റ്റിയിലും രണ്ടിലും 5 സ്റ്റാർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ രസം അതൊന്നും അല്ല, 5 സ്റ്റാർ റേറ്റിംഗ് എന്നൊക്കെ പറയുമ്പം കിട്ടിയിരിക്കുന്ന ഒരുപാട് വണ്ടികളുണ്ട്, അതൊരു പുതിയ കാര്യമല്ല. പക്ഷേ ഇതുവരെ, അതായത് ഗ്ലോബൽ ക്യാപ്പ് ഇതുവരെ ക്രാഷ് ടെസ്റ്റ് ചെയ്തിരിക്കുന്ന വണ്ടികൾ ഇന്ത്യയിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് അഡൽട്ട് സേഫ്റ്റിയിൽ റേറ്റിംഗ് കിട്ടിയിരിക്കുന്ന ഒരു വണ്ടി വിക്ടോറിയസ് ആണ്. യെസ്, വളരെ ശരിയാണ്. ടാറ്റയുടെ ഇത്രയും വാഹനങ്ങൾ അവർ ഇതിന് മുന്നേ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് മാക്സിമം കിട്ടിയിരിക്കുന്നത് 33.05 പോയിന്റ്സ് ആണ്. അത് ഹാരിയറിനും സഫാരിക്കുമാണ്. അതിൻ്റെ മുകളിൽ 33.72 പോയിന്റ്സ് ആണ് നമ്മുടെ വിക്ടോറിയസിന് അഡൽട്ട് സേഫ്റ്റിയിൽ കിട്ടിയിരിക്കുന്നത്. ഔട്ട് ഓഫ് 34 ഇതുവരെ കിട്ടിയിരിക്കുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് ആണിത്. ആൻഡ് ഡെഫിനറ്റ്ലി 5 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ്. ഇനി ചൈൽഡ് സേഫ്റ്റിയിലേക്ക് വരുമ്പോഴേക്കും 41 ആണ് ഔട്ട് ഓഫ് 49 കിട്ടിയിരിക്കുന്നത്. അത് ഹയസ്റ്റ് ഒന്നുമല്ല, കാരണം 42 കിട്ടിയിരിക്കുന്ന കുറച്ചധികം വണ്ടികളുണ്ട്. അതുപോലെ 45 ആണ് നമ്മുടെ ഹാരിയറിനും സഫാരിക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. സോ അതിൽ ബെറ്റർ എന്തായാലും ആ വണ്ടികൾ തന്നെയാണ്. പക്ഷേ അതിനും 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ, ചൈൽഡ് സേഫ്റ്റിയിലും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയായാലും നമ്മുടെ ആ ഒരു ഫ്രണ്ട് പാസഞ്ചർ, അതായത് അഡൽട്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇത്രയും ഹയസ്റ്റ് പോയിന്റ് ഒരു മാരുതി സുസുക്കി വാഹനത്തിന് കിട്ടും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഇതേ കാര്യം ഞാനൊരു 2 വർഷം മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും എന്നെ നോക്കി കളിയാക്കി ചിരിച്ചേനെ. ഇവരെങ്ങനെ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വാങ്ങുന്നേ, ഇവർക്ക് എങ്ങനെ ഹയസ്റ്റ് റേറ്റിംഗ് കിട്ടുക, അതൊന്നും ഒരിക്കലും പോസിബിളേ അല്ല എന്നുള്ള രീതിയിലായിരിക്കും നമ്മളൊക്കെ സംസാരിക്കുക. പക്ഷെ എന്തായാലും അതിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈവൻ മാഗ്നൈറ്റിന് വരെ നമ്മുടെ നെക്സോണിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ പോയിന്റ്സ് നമുക്ക് ഈ ലിസ്റ്റ് കാണാം. 32.31 പോയിന്റ്സ് ആണ് മാഗ്നൈറ്റിന് കിട്ടിയിരിക്കുന്നത്. നെക്സോണിന് 32.22 ആയിരുന്നു. വലിയ വ്യത്യാസമില്ല. പക്ഷേ ഈ വിക്ടോറിയസിനും ഹാരിയറിൻ്റെയും സഫാരിയുടെയും കേസിൽ നല്ല വ്യത്യാസമുണ്ട്. അതും ഇത്രയും ഹൈ പോയിന്റ്സിലേക്ക് വരുമ്പോഴേക്കും 33.05 33.72 എന്ന് പറയുന്നത് നല്ല ഒരു മേജർ ഡിഫറൻസ് തന്നെയാണ്. എന്തായാലും എന്താണ് അതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമൻസിൽ പറയുക. ഇനിയിപ്പം നമുക്ക് വേറൊരു കാര്യം കൂടെ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്, ഇനി ഇറക്കാൻ പോകുന്ന വണ്ടികളെല്ലാം അത്യാവശ്യം സേഫ് ആയിരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വണ്ടി മാത്രം ആയിട്ട് അവർ സേഫാക്കി ഇറക്കില്ലല്ലോ. ഗ്രാൻഡ് വിറ്റാരയും ഹൈറൈഡറൊന്നും ഇതുവരെ അവർ ക്രാഷ് ടെസ്റ്റിന് കൊടുത്തിട്ടില്ല, ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടില്ല ആരും. ബട്ട് സ്റ്റിൽ ഈ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരുന്നത്. ഗ്ലോബൽ സി പ്ലാറ്റ്ഫോമാണ്. ഇതിൽ തന്നെയാണ് ബ്രസയും വരുന്നത്. പണ്ട് ബ്രസയ്ക്ക് 4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഗ്ലോബൽ ക്യാപ്പിൽ കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഒരുപാട് കാലം മുന്നേ ആണ് ഈ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സൊക്കെ മാറുന്നതിന് മുന്നേ ഒക്കെ കിട്ടിയ സംഭവമാണ്. ബട്ട് സ്റ്റിൽ വലിയ കുഴപ്പമില്ല, അതിന് 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വാഹനം എന്നുള്ള രീതിയിൽ ഇതിന് 5 സ്റ്റാർ റേറ്റിംഗും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഹാർടെക് പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വാഹനമായിരുന്നു ഡിസയർ. അതിന് 5 സ്റ്റാർ റേറ്റിംഗ് ഗ്ലോബൽ ക്യാപ്പിലും ഭാരത് ക്യാപ്പിലും രണ്ടിലും കിട്ടിയതുകൊണ്ട് അവർക്ക് കഴിവില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇത്രയും കാലം അവർ ചെയ്യാതോ, എന്തിനിപ്പോൾ ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇരുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആൾക്കാരെല്ലാവരും കൂടെ കുറ്റം പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവരും വിചാരിച്ചു, എന്നാൽ പിന്നെന്താ നമുക്ക് പ്രശ്നം, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അവർ ചെയ്തു. ഏതായാലും ഇനിയിപ്പം നമ്മുടെ പല കമ്പനികൾക്ക്, ഇപ്പോൾ മഹീന്ദ്ര, ടാറ്റയുടെയൊക്കെ ഒരു കാലത്തെ മേജറായിട്ടുള്ളൊരു പ്ലസ് പോയിൻ്റ് തന്നെ സേഫ്റ്റി ആയിരുന്നു. ഇനിയിപ്പോൾ അവർക്ക് എന്തായാലും സേഫ്റ്റി മാർക്കറ്റ് ചെയ്ത് വിൽക്കാൻ പറ്റില്ല വണ്ടികൾ. കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ഇന്നോവേറ്റീവായിട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ഇറക്കേണ്ടി വരും. ഇനിയിപ്പോൾ സിയറ വരുന്നുണ്ട്, അതിൻ്റെ കാര്യം എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. നല്ലൊരു വണ്ടിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്, കാരണം ഡിസൈനൊക്കെ നല്ലൊരു റെട്രോ ചാമൊക്കെ അവർ പിടിച്ചിട്ടുണ്ട് അതിനകത്ത്. പിന്നെ പുതിയ 1.5 TGD ഒക്കെ അതിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലോബൽ ക്യാപ്പിൽ ഇതുവരെ ക്രാഷ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും സേഫ് ആയിട്ടുള്ള വാഹനങ്ങളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. വിക്ടോറിയസ് അതിനകത്ത് ഞാൻ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് കൂടെ ചെക്കൗട്ട് ചെയ്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ and goodbye.